നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പഴയ കാലത്തേക്ക് പോവുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 1943 മെയ് മാസം. അപ്പോ ലോകം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഒരു ഭീകരതയിലാണ്. ഇന്ത്യയിലാണെങ്കിൽ സ്വാതന്ത്ര്യസമരം ഇങ്ങനെ ശക്തമായി നടക്കുന്നു. അതെ, വളരെ പ്രക്ഷുബ്ധമായൊരു സമയം. ഈ ഒരു കാലഘട്ടത്തിൽ മധുരയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഒരു മാസിക അഖണ്ഡ ജ്യോതി ഹിന്ദിയിലുള്ളതാണ്. ശ്രീരാം ശർമ്മ ആചാര്യ എഡിറ്റ് ചെയ്തതല്ലേ? അതെ, ഒരു ആത്മീയ ദാർശനിക മാസിക. അതിന്റെ മുഖപ്പേജിൽ തന്നെ ഒരു ലക്ഷ്യം പറയുന്നുണ്ട്: ദേശ് ദേശാന്തരോമേ പ്രചാരിത് ഘർ സേ സസ്ത ഉച്ചകോട്ടിക ആധ്യാത്മിക് പത്ര. ആഹാ. അതായത് എല്ലായിടത്തും എത്തുന്ന, വീട്ടിലിരുന്ന് വായിക്കാൻ പറ്റുന്ന, വില കുറഞ്ഞ എന്നാൽ നല്ല നിലവാരമുള്ള ഒരു ആത്മീയ പ്രസിദ്ധീകരണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ 1943 ലോകത്തേക്ക്, അന്നത്തെ ആ ചിന്തകളിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി നോക്കാം അല്ലേ? തീർച്ചയായും. ഇത് വെറുമൊരു മാസികയായിട്ട് കാണാൻ പറ്റില്ല. എന്താ പറയാ, ആശങ്കകൾ, അവരുടെ ആത്മീയമായ അന്വേഷണങ്ങൾ, പിന്നെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ജീവിതത്തെ എങ്ങനെ നേരിട്ടു, ഇതിനെക്കുറിച്ചൊക്കെ ഒരു സൂചന തരുന്നുണ്ട്. അതെ, വെറും ഉപദേശങ്ങൾ മാത്രമല്ല. ആ കാലത്തെ ഒരു കഠിനമായ യാഥാർത്ഥ്യമുണ്ടല്ലോ, യുദ്ധമൊക്കെ ആയിട്ട്. ശരിയാണ്. അതുമായിട്ടൊക്കെ ഈ ആശയങ്ങളെ ബന്ധിപ്പിക്കാൻ ഒരു ശ്രമം കാണാം. ഇതൊരു ചരിത്രരേഖ കൂടിയാണ് ശരിക്കും. അന്നത്തെ ഒരു സമൂഹത്തിന്റെ മനസ്സ് ഇതിലുണ്ട്. വളരെ ശരിയാണ്. അപ്പൊ നമുക്ക് ആന്തരിക ശക്തിയെക്കുറിച്ചൊക്കെ പറയുന്ന ഭാഗത്തു നിന്ന് തുടങ്ങിയാലോ? തുടങ്ങാം. പേജ് 4 ഒരു ലേഖനമുണ്ട്: പ്രാർത്ഥനയിലൂടെ ശക്തി നേടുക. ഓക്കെ. ഇതിൽ പറയുന്നത് നമ്മുടെ ചിന്തകൾ, അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും, അതിന് ജീവിതത്തിൽ വലിയൊരു സ്വാധീനമുണ്ടെന്നാണ്. പുറത്തുള്ള ശത്രുക്കളെക്കാൾ നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കൾ, അതായത് ഭയം, സംശയം, അങ്ങനെയുള്ളവയെ ജയിക്കുന്നതിലാണ് ഊന്നൽ. ആണെന്നത് നമ്മൾ സാധാരണ വിചാരിക്കുന്ന പോലെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ഒരു വഴി എന്ന നിലയ്ക്കല്ല. അല്ല, മറിച്ച് നമ്മുടെ ചിന്തകളെ ഒന്ന് ശുദ്ധീകരിക്കാൻ, ഉള്ളിലൊരു ബലം, ആത്മബലമെന്ന് പറയാം, അത് വളർത്തിയെടുക്കാനുള്ള ഒരു ചിട്ടയായ പരിശീലനമാണ്. ഓഹോ. ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അതായത് ഉപബോധ മനസ്സിനെ സ്വാധീനിക്കും. അപ്പോ ആത്മവിശ്വാസം കൂടും, മനസ്സ് ശാന്തമാകും. അങ്ങനെയൊക്കെയാണ് ലേഖനം പറയുന്നത്. പക്ഷെ ഇതിന് നല്ല വിശ്വാസം വേണം, പിന്നെ പൂർണ്ണമായ ഏകാഗ്രതയും. വെറുതെ കുറെ വാക്കുകളിങ്ങനെ ഉരുവിടുന്നതല്ല. നെഗറ്റീവ് ചിന്തകളെ മാറ്റി അവിടെ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന ഒരു തരം മെന്റൽ എക്സസൈസ് പോലെയാണ്. ശരിയാണ്. ഇന്നത്തെ ഈ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ പോസിറ്റീവ് തിങ്കിങ് എന്നൊക്കെ പറയുന്ന ആശയങ്ങളുമായിട്ട് ഒരു സാമ്യം തോന്നുന്നുണ്ടല്ലേ? ഉണ്ട്. തീർച്ചയായും ആ ഒരു താരതമ്യം വളരെ പ്രസക്തമാണ്. അപ്പൊ ഈ വിശ്വാസം, ഏകാഗ്രത, ഇത് ഭക്തിയുമായി എങ്ങനെയാ ബന്ധപ്പെടുന്നത്? പേജ് 16 ഭക്തിയുടെ മർമ്മം എന്ന പേരിലൊരു കഥയുണ്ട്. നാരദന്റെ കഥ. അതെ, നാരദമുനി ഏറ്റവും വലിയ ഭക്തനാരാണെന്ന് അന്വേഷിച്ചു പോവുകയാണ്. പക്ഷേ ദൈവം ചൂണ്ടിക്കാണിക്കുന്നത് ഒരു മഹാജ്ഞാനിയെയോ ഋഷിയെയോ ഒന്നുമല്ല, ഒരു സാധാരണ കർഷകനെയാണ്. അതെന്താ കാരണം? ആ കർഷകൻ രാവിലെ ഉണരുമ്പോഴും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും അപ്പോൾ മാത്രം ദൈവത്തെ ഓർക്കുന്നു. ബാക്കി സമയം അത്രയും അയാള് നിലത്ത് പണിയെടുക്കുകയാണ്. ഇത് കണ്ടിട്ട് നാരദൻ ഒരു അത്ഭുതം. അപ്പോൾ ദൈവം നാരദനോടൊരു പരീക്ഷണം പോലെ ഒരു പാത്രത്തിൽ നിറയെ എണ്ണ കൊടുത്തിട്ട് ഒരു തുള്ളി പോലും താഴെ പോവാതെ ഭൂമിയെ ഒന്ന് വലം വെച്ചിട്ട് വരാൻ പറയുന്നു. നാരദൻ വളരെ ശ്രദ്ധിച്ചത് ചെയ്തു. എന്നിട്ട് ദൈവം ചോദിച്ചു, ഈ യാത്രയിൽ നീ എന്നെ എത്ര തവണ ഓർത്തു? അപ്പോ നാരദൻ പറഞ്ഞു, ഭഗവാനെ, ഒരു തവണ പോലും ഓർത്തില്ല. എന്റെ ശ്രദ്ധ മുഴുവൻ ഈ എണ്ണ തുളുമ്പിപ്പോകുമോ എന്നതിലായിരുന്നു. അപ്പോ ദൈവം പറഞ്ഞു, നോക്കൂ, ആ കർഷകൻ അവന്റെ ജീവിതത്തിലെ അത്രയധികം ഉത്തരവാദിത്തങ്ങൾക്കിടയിലും ഒരു ദിവസം 2 തവണയെങ്കിലും എന്നെ ആത്മാർത്ഥമായി ഓർക്കുന്നുണ്ട്. പക്ഷേ ഒരു ഭാരവുമില്ലാതിരുന്ന നിനക്ക് ഈ ചെറിയൊരു ജോലി ചെയ്തപ്പോൾ എന്നെ ഓർക്കാൻ പോലും പറ്റിയില്ല. അതാണ് യഥാർത്ഥ ഭക്തി. ഓ, വളരെ വളരെ ലളിതമായൊരു സന്ദേശം. അതെ, വലിയ ആചാരങ്ങളോ ആഘോഷങ്ങളോ അല്ല പ്രധാനം. ജീവിതത്തിന്റെ തിരക്കിനിടയിലും വളരെ ലളിതമായി, ആത്മാർത്ഥമായി ഈശ്വരനെ ഓർക്കുന്നത്, അതാണ് കാര്യം. ആ ഒരു ലളിതമായ സ്മരണ ചിലപ്പോൾ വലിയ യാഗങ്ങളെക്കാളൊക്കെ മഹത്തരമാകാം. ഇത് നമ്മൾ സാധാരണ ഭക്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന രീതിയെ ശരിക്കും ചോദ്യം ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായും. മണിക്കൂറുകൾ നീണ്ട പൂജകൾ, വലിയ ഉത്സവങ്ങൾ, അതൊക്കെയാണ് ഭക്തിയുടെ ഒരു അളവുകോലെന്ന് നമ്മൾ പലപ്പോഴും ധരിക്കും. പക്ഷെ ഈ കഥ പറയുന്നത് അതല്ല, ഉള്ളിലെ ആ ഒരു ഭാവമാണ് പ്രധാനമെന്നാണ്. പക്ഷേ അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് നമ്മൾ കാണുന്ന വലിയ ക്ഷേത്രങ്ങൾ, ഈ സങ്കീർണമായ പൂജകളും ആചാരങ്ങളുമൊക്കെ എന്തിനാണ്? ഈ മാസിക അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ?
ഈ കഥ ഊന്നൽ കൊടുക്കുന്നത് വ്യക്തിയുടെ ആന്തരികമായ ഒരു അവസ്ഥയ്ക്കാണ്. പുറമേയുള്ള ആചാരങ്ങൾ തെറ്റാണെന്നല്ല ഇത് പറയുന്നത്. ഓക്കെ. മറിച്ച് അവയുടെ ഒരു ശരിയായ അർത്ഥം മനസ്സിലാക്കാതെ വെറുതെ പുറമേയുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെയാണ് ഇതൊന്ന് ചോദ്യം ചെയ്യുന്നത്. ഉള്ളിൽ ഭക്തിയില്ലാതെ ചെയ്യുന്ന വലിയ കർമ്മങ്ങൾക്ക് ഒരുപക്ഷെ അർത്ഥമില്ലാതായി പോകാമെന്നൊരു സൂചനയുണ്ട്. ശരി. മാസികയുടെ ഒരു പൊതുവായ രീതി നോക്കിയാല് ആചാരങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. പക്ഷേ അവയുടെ ഉള്ളിലെ അർത്ഥം മനസ്സിലാക്കി അത് ആത്മീയ വളർച്ചയ്ക്ക് ഉപയോഗിക്കാനാണ് ഒരു പ്രോത്സാഹനം കാണുന്നത്. വ്യക്തമായി. ഇനി നമുക്ക് അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്ന വിഷയത്തിലേക്ക് വരാം. പേജ് 15-ൽ സച്ചാ ജ്ഞാനി, യഥാർത്ഥ ജ്ഞാനി എന്നൊരു കഥയുണ്ട്. രാജാഭോജനും ഒരു പണ്ഡിതനും തമ്മിലുള്ള കഥയാണ്. രാമേശ്വര ഭട്ട്. അതെ, വേഷം മാറി വന്ന രാജാവ് തന്റെ പാണ്ഡിത്യത്തിൽ ഭയങ്കര അഹങ്കാരിയായിരുന്ന ആ ബ്രാഹ്മണനെ ഒരു വാഗ്വാദത്തിൽ തോൽപ്പിക്കുന്നു. അപ്പൊ എന്താണ് സന്ദേശം? സന്ദേശം വളരെ വ്യക്തമാണ്. യഥാർത്ഥ അറിവ് എന്ന് പറയുന്നത് കുറേ പുസ്തകങ്ങളൊക്കെ മനഃപ്പാടമാക്കുന്നതോ അല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാനുള്ള കഴിവോ മാത്രമല്ല. ആ ബ്രാഹ്മണന് അയാളുടെ അറിവിലൊരു അഹങ്കാരമുണ്ടായിരുന്നു. പക്ഷേ രാജാവ് അറിവിനൊപ്പം വിനയവും പിന്നെ പ്രായോഗിക ബുദ്ധിയും ഉപയോഗിച്ചു. അപ്പോ യഥാർത്ഥ ജ്ഞാനം വരുന്നത് വിനയത്തിൽ നിന്നും ക്ഷമയിൽ നിന്നും ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നുമാണ്. സ്വഭാവം നന്നായിരിക്കണം, അഹങ്കാരം പാടില്ല. ഇതൊക്കെ അറിവിനൊപ്പം വേണം. ഈ അറിവ് നേടുന്നതിനെക്കുറിച്ച് പറയുമ്പോഴാണ് സ്വാമി രാമതീർത്ഥന്റെ ആ ലേഖനം ശ്രദ്ധേയമാകുന്നത്. പേജ് 8-ൽ ധർമ്മം സ്വീകരിക്കുന്നതിനു മുമ്പ്. അതെ. അന്നത്തെ കാലത്ത് അതൊരു ധീരമായ നിലപാടായിരുന്നിരിക്കണം, അല്ലേ? തീർച്ചയായും. എന്താന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഒരു മതത്തെയോ വിശ്വാസത്തെയോ എന്തിന് പാരമ്പര്യത്തെ പോലുമോ കണ്ണടച്ച് അങ്ങ് വിശ്വസിക്കരുതെന്നാണ്. സ്വന്തം ബുദ്ധി ഉപയോഗിക്കണം, വിവേകം കൊണ്ട് അതിനെ അളക്കണം, ചോദ്യം ചെയ്യണം, അന്വേഷിക്കണം. വെറുതെ കേട്ടുകേൾവിയെ വിശ്വസിക്കുക, അല്ലെങ്കിൽ പണ്ടുള്ളവർ ചെയ്തു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്ന് ചിന്തിക്കാതെ പിന്തുടരുക, അതിനെ അദ്ദേഹം വിളിക്കുന്നത് വൈചാരിക ഗുലാമി എന്നാണ്. വൈചാരിക ഗുലാമി? അതെ, ഇന്റലക്ച്വൽ സ്ലേവറി, അതായത് ചിന്താപരമായ അടിമത്തം. കൊള്ളാം. ഒന്നോർത്തു നോക്കൂ, ഇന്നത്തെ ഈ ഫേക്ക് ന്യൂസ് കാലഘട്ടത്തിൽ ഏകദേശം 80 വർഷം മുൻപ് സ്വന്തം ബുദ്ധി ഉപയോഗിക്കണം, കിട്ടുന്ന വിവരങ്ങളെ ചോദ്യം ചെയ്യണം, സത്യം കണ്ടെത്തണം എന്നു പറഞ്ഞത് എത്ര പ്രസക്തമാണ്. ശരിയാണ്. ഇന്നത്തെ കാലത്ത് അതിന്റെ ആവശ്യം കൂടിയിട്ടേ ഉള്ളൂ. അതെ, വിവരങ്ങൾ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ഈ ഒരു വിവേചന ബുദ്ധി അന്നത്തേക്കാൾ ഇന്ന് നമുക്ക് ആവശ്യമായി വന്നിട്ടുണ്ട്. ഈ പാരമ്പര്യങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാൻ പൊതുവെ മടിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നല്ലോ അന്നത്തേത്. അപ്പൊ ഇങ്ങനൊരു ചിന്ത എങ്ങനെയായിരിക്കും ആളുകൾ സ്വീകരിച്ചിട്ടുണ്ടാവുക? ഒരുപക്ഷേ അന്നത്തെ പുരോഗമന ചിന്താഗതിക്കാർ ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ യാഥാസ്ഥിതികരായ ആളുകളിൽ നിന്ന് എതിർപ്പുകളും നേരിട്ടിട്ടുണ്ടാവാം. പക്ഷേ സ്വാതന്ത്ര്യസമരത്തിന്റെ ഒരു പശ്ചാത്തലം കൂടി ഓർക്കണം. സ്വന്തം കാലിൽ നിൽക്കുക, സ്വന്തമായി ചിന്തിക്കുക എന്നൊക്കെയുള്ള ഒരു തരംഗമന്ന് വളർന്നു വരുന്നുണ്ട്. ശരിയാണ്. അതുകൊണ്ട് ഒരു വിഭാഗം ആളുകൾക്കിടയിലെങ്കിലും ഈ ആശയങ്ങൾക്ക് സ്വീകാര്യത കിട്ടിക്കാണും. എന്തായാലും ഇത് മാസികയിൽ പ്രസിദ്ധീകരിച്ചല്ലോ, അപ്പോൾ അതിനൊരു വായനക്കാരുണ്ടായിരുന്നു എന്ന് കരുതാം. ഈയൊരു അന്വേഷണ ചിന്തയുടെ ഒരു തുടർച്ച പോലെ തോന്നുന്നു പേജ് 19-ലെ മഹാത്മാ ശുക്ലയുടെ കവിത ക്യാ ജീവൻ ജോ ഹം ജീതേ ഹെ. എന്താണ് നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം? അതെ, ഒരാഴത്തിലുള്ള ചോദ്യം തന്നെയാണത്. ജീവിതം എന്ന് പറയുന്നത് വെറും കുട്ടിക്കാലത്തെ കളികൾ, യൗവനത്തിലെ ആവേശം, പിന്നെ വയസ്സാകുമ്പോഴുള്ള പശ്ചാത്താപം, ഇതിന്റെ ഒരു തുടർച്ച മാത്രമാണോ? നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? സന്തോഷത്തിനും ദുഃഖത്തിനുമിടയിൽ ഇങ്ങനെ ആടിക്കളിക്കുന്ന മനുഷ്യജീവിതത്തിന്റെ അർത്ഥമെന്താണ്? ഈ കവിത വായിക്കുമ്പോൾ നമ്മളിൽ അത്തരം ചില ചിന്തകൾ വരും. ഒരുതരം അസ്തിത്വപരമായ അസ്വസ്ഥത എന്നു പറയാം. അതെ. അപ്പോ ഈ ആത്മീയത, ദർശനം, ചിന്തകൾ, ഇതിനൊക്കെ അപ്പുറം മാസികയുടെ കുറിച്ച് പ്രായോഗികമായ വശങ്ങളിലേക്ക് വന്നാലോ? വരാം. പേജ് 2-ലെ ആ വിഷയസൂചിക നോക്കുമ്പോൾ തന്നെ സൂര്യചികിത്സ, ഹിപ്നോട്ടിസം, പിന്നെന്താ മാനുഷിക വിദ്യുച്ഛക്തിയുടെ അത്ഭുതങ്ങൾ, ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അതെ, അത് രസകരമാണ്. സാധാരണ ആത്മീയ വിഷയങ്ങൾ മാത്രമല്ല, അന്നൊരു പക്ഷേ കുറച്ചു പുതിയതോ അല്ലെങ്കിൽ ആളുകൾക്കല്പം നിഗൂഢമായിട്ടൊക്കെ തോന്നിയിരുന്ന വിഷയങ്ങളിലും അവർക്ക് താൽപ്പര്യമുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഒരു വൈവിധ്യം. അതെ,
അറിവിന്റെ പല മേഖലകളെയും ഒന്ന് സ്പർശിക്കാനുള്ള ശ്രമം പോലെ. ആരോഗ്യ വിഷയങ്ങളിലേക്ക് വന്നാൽ വളരെ പ്രായോഗികമായ ഉപദേശങ്ങൾ കാണാം. പേജ് 13 വൈദ്യരാജ് പണ്ഡിറ്റ് ബാബുലാൽജി ശർമ്മ വിശാരദ് അദ്ദേഹത്തിന്റെ നേത്രങ്ങളുടെ ജ്യോതി എന്ന ലേഖനം. കണ്ണിന്റെ ആരോഗ്യത്തെക്കുറിച്ച്. അതെ, ആയുർവേദ നുറുങ്ങുകളാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് വെറും മരുന്നുകളെക്കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ ജീവിതശൈലിക്ക് അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് എന്ത് കഴിക്കണം, എന്തൊഴിവാക്കണം, കണ്ണിനുള്ള വ്യായാമങ്ങൾ, രാവിലെ പച്ചപ്പുല്ലിലൂടെ നടക്കുന്നത്, ദൂരേക്ക് നോക്കുന്നത്, ഇതൊക്കെ പറയുന്നു. പിന്നെ തീക്ഷ്ണമായ വെയില്, പുക, പൊടി, ചെറിയ അക്ഷരങ്ങൾ ഒരുപാട് നേരം വായിക്കുന്നത്, ഇതൊക്കെ ഒഴിവാക്കണം. വീട്ടുവൈദ്യങ്ങളും ഉണ്ടാവുമല്ലോ. ഉണ്ട്. ട്രിഫല വെള്ളത്തിൽ കണ്ണ് കഴുകുന്നത്, ബദാം കഴിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആരോഗ്യത്തെക്കുറിച്ചൊരു ഹോളിസ്റ്റിക് അപ്രോച്ച്, ഒരു സമഗ്രമായ കാഴ്ചപ്പാടാണ്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട വേറൊരു ലേഖനം ഗംഗാജലത്തെക്കുറിച്ചാണ്. പേജ് 11 ഗംഗയോടുള്ള നമ്മുടെ ഒരു പരമ്പരാഗത വിശ്വാസവും അന്നത്തെ ഒരു ശാസ്ത്രീയ അറിവും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരു ശ്രമം കാണാം. അതെ. ഡോക്ടർ ഏണസ്റ്റ് ഹാങ്കിൻ എന്നൊരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ഗംഗാജലത്തിൽ കോളറയുടെ അണുക്കൾക്ക് അധികനേരം നിലനിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടെത്തിയ കാര്യം ഇതിൽ പറയുന്നുണ്ട്. ശരി. ഗംഗയ്ക്ക് സ്വയം ശുദ്ധീകരിക്കാനുള്ളൊരു കഴിവുണ്ട് എന്നതിനെക്കുറിച്ചാണ് ലേഖനം പറയുന്നത്. പിന്നീട് ഇതിന്റെ കാരണം ബാക്ടീരിയോഫേജ് എന്നൊരു തരം വൈറസ് ആണെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അന്ന് അതിന്റെ ശാസ്ത്രീയമായ വിശദീകരണം പൂർണ്ണമായി അറിയില്ലായിരിക്കാം. എന്നാലും ആ വിശ്വാസത്തെയും അന്ന് വളർന്നുവരുന്ന ശാസ്ത്രത്തെയും ഒരുമിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ആ കണ്ടെത്തലുകളെ വിശദീകരിക്കാനും ആ വിശ്വാസത്തിന് ഒരു ശാസ്ത്രീയ തലം കൊടുക്കാനും ശ്രമിക്കുകയാണ്. ഇതൊരു തരത്തിൽ അന്നത്തെ ഒരു സയൻസ് കമ്മ്യൂണിക്കേഷൻ പോലെയാണെന്ന് പറയാമോ? ആളുകളുടെ വിശ്വാസങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ പുതിയ അറിവുകൾ കൊടുക്കാനുള്ളൊരു ശ്രമം. അങ്ങനെയും കാണാം, തീർച്ചയായും. ഇനി സമൂഹത്തെയും രാഷ്ട്രത്തെയും കുറിച്ചുള്ള ചിന്തകളിലേക്ക് വരാം. പേജ് 5 യോഗി അരവിന്ദ് ഘോഷിന്റെ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയൊരു ലേഖനമുണ്ട്. യോഗികൾ കാര്യക്ഷേത്രത്തിലേക്ക് ഇറങ്ങുന്നു. എന്താണതിൽ പ്രധാനം? അതിൽ പറയുന്നത്, ഈ ആത്മീയ സാധനയൊക്കെ ചെയ്യുന്ന ആളുകൾ വെറുതെ ഏകാന്തതയിൽ ഒതുങ്ങിക്കൂടരുത്. അവർ സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും പുനർനിർമ്മാണത്തിൽ അതിൽ സജീവമായി പങ്കാളികളാകണം എന്നാണ്. പ്രത്യേകിച്ച് ഓർക്കണം, ഇത് സ്വാതന്ത്ര്യസമരം നടക്കുന്ന കാലമാണ്. അപ്പോൾ ഭാരതത്തിന്റെ ആത്മീയ ശക്തി അത് രാജ്യത്തിന്റെ ഉന്നമനത്തിനായി ഉപയോഗിക്കണമെന്നൊരു ചിന്ത അന്ന് ശക്തമായിരുന്നു. യോഗികൾ വെറും സന്യാസിമാരായിരിക്കാതെ ജനങ്ങൾക്ക് വഴികാട്ടികളാകണം, അവരിലൊരു പുതിയ ബോധമുണർത്തണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ആത്മീയതയും രാഷ്ട്രീയവും അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനവും ഇതൊക്കെ കൂട്ടിക്കലർത്തുന്നത് ചിലപ്പോൾ അപകടകരമാവില്ലേ? അത് ആത്മീയതയുടെ ആ ലക്ഷ്യത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റില്ലേ?
അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഈ ലേഖനത്തിന്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളിൽ ചേരുക എന്നതിനേക്കാൾ ആ ആത്മീയ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നാണോ? അതെ. ആത്മീയമായ മൂല്യങ്ങളും തത്വങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കുക, അതുവഴി ഒരു ധാർമ്മികമായ അടിത്തറയുള്ള സമൂഹം ഉണ്ടാക്കുക. ഒരു രാഷ്ട്രനിർമ്മാണം എന്ന വലിയ ലക്ഷ്യമാണ് ഒരുപക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗാന്ധിയൻ ചിന്തയുമായി ഒരു സാമ്യമുണ്ടോ? ഉണ്ട്. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും സ്വഭാവം നന്നാക്കുക, അതുവഴി രാജ്യത്തിന് നന്മ വരുത്തുക എന്ന ഗാന്ധിയൻ ചിന്തയോടെ ഇതിന് സാമ്യം കാണാം. രാഷ്ട്രത്തെക്കുറിച്ചുള്ള വേറൊരു കാഴ്ചപ്പാട് രവീന്ദ്രനാഥ ടാഗോറിന്റേതായി കാണുന്നുണ്ട്. പേജ് 12 സംഘർഷമല്ല സഹകരണം. ടാഗോർ അദ്ദേഹം പാശ്ചാത്യ സംസ്കാരത്തെ അന്ധമായി അനുകരിക്കുന്നതിനെതിരെ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തുകൊണ്ട്? കാരണം പാശ്ചാത്യ ലോകം മുന്നോട്ടു പോകുന്നത് മത്സരത്തിലൂടെയും സംഘർഷത്തിലൂടെയുമാണ് എന്നാണ് അദ്ദേഹം കരുതുന്നത്. പക്ഷെ ഇന്ത്യയുടെ ശക്തി അതല്ല. അത് നമ്മുടെ ആത്മീയ പാരമ്പര്യത്തിലും സഹകരണ മനോഭാവത്തിലുമാണ്. ലോകത്തിൽ യഥാർത്ഥ സമാധാനം വരണമെങ്കിൽ വേണ്ടത് ആധിപത്യം സ്ഥാപിക്കലല്ല, പരസ്പരം മനസ്സിലാക്കലും സഹകരണവുമാണ്. ഇന്ത്യ അതിന്റെ തനിമ നിലനിർത്തി ലോകത്തിന് വഴികാട്ടണം. അതാണ് ടാഗോർ പറയുന്നത്. ഇനി വ്യക്തിപരമായ തലത്തിലേക്ക് വന്നാൽ മഹാത്മാഗാന്ധിയുടെ ഒരു ചെറിയ ലേഖനം പേജ് 7 മാദകദ്രവ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. അതെ, വളരെ ലളിതം എന്നാൽ വളരെ ശക്തം. ഗാന്ധിജി മദ്യം, കഞ്ചാവ്, കറുപ്പ്, പുകയില ഇതിന്റെയൊക്കെ ദോഷങ്ങളെക്കുറിച്ച് പറയുന്നു. ശാരീരികം, മാനസികം, സാമ്പത്തികം, എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും. ഇവയൊക്കെ മനുഷ്യനെ ദുർബലനാക്കും, വിവേകം കെടുത്തും. ലഹരി വിരുച്ച പ്രവർത്തനങ്ങളൊക്കെ സജീവമായിരുന്നല്ലോ അക്കാലത്ത്. അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണിത്. ലഹരിയുടെ കാര്യം പറയുമ്പോൾ വേറൊരു തരം ലഹരിയെക്കുറിച്ച് മുന്നറിയിപ്പുണ്ട്. അധികാരലഹരി. പേജ് 18 പ്രഭുതാക്ക അഹമ്മദ്. അധികാരത്തിന്റെ ലഹരി. അതെ, രാജാ നെഹുഷന്റെ കഥയാണ് പറയുന്നത്. പുണ്യധർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ ഇന്ദ്രന്റെ സ്ഥാനം വരെ കിട്ടിയ ആളാണ് നെഹുഷൻ. പക്ഷേ അധികാരം തലയ്ക്ക് പിടിച്ചപ്പോൾ അഹങ്കാരിയായി. എന്നിട്ട് ഋഷിമാരെ കൊണ്ട് പല്ലക്ക് ചുമപ്പിച്ചു, അവരെ അപമാനിച്ചു. അവസാനം ശാപം കിട്ടി പാമ്പായി മാറി. അധികാരം എങ്ങനെ മനുഷ്യനെ വഴിതെറ്റിക്കാം, എപ്പോഴും വിനയത്തോടെ ഇരിക്കണം എന്നൊക്കെയുള്ള ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ആ കഥ. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കാര്യം പറയുന്നു. മാസികയിൽ മറ്റു ചില രസകരമായ വിഷയങ്ങളും കാണുന്നുണ്ട്. ഈ പ്രസംഗകലയെക്കുറിച്ച് പേജ് 6 ഒരു ലേഖനം, ഭാഷണകലയുടെ തത്വജ്ഞാനം. അതെ, അത് വെറും ഇങ്ങനെ സംസാരിക്കാനുള്ള ടെക്നിക്ക് മാത്രമല്ല പറയുന്നത്. പിന്നെന്താണ്? സങ്കോചനം, വിസ്താരം, അതായത് കോൺട്രാക്ഷൻ, എക്സ്പാൻഷൻ, ഈ തത്വങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു നല്ല പ്രഭാഷകനാകാൻ ആദ്യം നമ്മുടെ ഊർജത്തെ, മാനസികവും ശാരീരികവുമായ ഊർജത്തെ ഏകാഗ്രമാക്കണം, സങ്കോചനം. എന്നിട്ട് ആ ചിന്തകളെ വ്യക്തമായി ഫലപ്രദമായി വികസിപ്പിക്കണം, വിസ്താരം. അപ്പോ നല്ല സംഭാഷണം എന്ന് പറയുന്നത് അത് ഉള്ളിലെ ഒരു തേജസ്സിന്റെയും അച്ചടക്കത്തിന്റെയും ഭാഗമാണ് എന്നാണ് സൂചന. കൊള്ളാം. പേജ് 9 ഈസോപ്പ് കഥകളും കാണുന്നുണ്ട്. ഈസബ് കി നീതിശിക്ഷ. കുട്ടികൾക്കുള്ള കഥകൾ. ചെന്നായ വരുന്നു എന്ന് കള്ളം പറഞ്ഞ അട്ടിടേന്റെ കഥയൊക്കെ. അതെ, ലളിതമായ കഥകളിലൂടെ ധാർമ്മികമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. പിന്നെ തീർത്തും പ്രായോഗികമായ കാര്യങ്ങളുമുണ്ട്. പേജ് 10 തുണികളിലെ കറ എങ്ങനെ നീക്കം ചെയ്യാം എന്നൊരു ഭാഗം. അത് കൊള്ളാമല്ലോ. അതെ, ചായ, തുരുമ്പ്, മഷി, നെയ്യ് ഇങ്ങനെയുള്ള കറകളൊക്കെ കളയാനുള്ള വഴികളാണ്. തുരുമ്പിന് നാരങ്ങയോ പുളിച്ച തൈരോ ഉപയോഗിക്കാം. മഷിക്ക് പച്ച തക്കാളിയോ ഉപ്പും നാരങ്ങയോ. ഇതൊക്കെ അന്നത്തെ ലൈഫ് ഹാക്ക് പോലെയാണല്ലേ? അതേന്ന് പറയാം. ഇത് കാണിക്കുന്നത് മാസിക വലിയ ദാർശനിക കാര്യങ്ങൾ മാത്രം പറഞ്ഞിരുന്നില്ല, സാധാരണ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാൻ ശ്രമിച്ചിരുന്നു എന്നാണ്. മാസിക എത്രത്തോളം സാധാരണക്കാരുമായി അടുത്തു നിന്നു എന്നതിന്റെ തെളിവാണ്. വിഷയസൂചികയില് പിന്നെയും ചില കൗതുകമുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. പരകായ പ്രവേശം, മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാക്കൽ, അങ്ങനെയൊക്കെ. അത് മാസികയുടെ ഒരു വിപുലമായ താൽപ്പര്യങ്ങളെയാണ് കാണിക്കുന്നത്. യോഗ, തന്ത്ര, ഒരുപക്ഷെ പാരാസൈക്കോളജി എന്നൊക്കെ പറയാവുന്ന വിഷയങ്ങളിലും അന്നത്തെ വായനക്കാർക്ക് താൽപ്പര്യമുണ്ടായിരുന്നു എന്ന് കരുതണം. ഇനി വളരെ ശ്രദ്ധയോടെ പറയേണ്ട ഒരു വിഷയമുണ്ട്. പേജ് 10 ഒരു ലേഖനം, ഇസ്ലാമിൽ ഗോവധ നിരോധം. അതെ, ഇതൊരു സെൻസിറ്റീവ് വിഷയമാണ്.
അപ്പൊ ലേഖനത്തിൽ എന്താണ് പറയുന്നതെന്ന് മാത്രം വ്യക്തമാക്കാം. ശരി. ഈ ലേഖനത്തിൽ ചില ഹദീസുകളും ഇസ്ലാമിക പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളുമൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് വാദിക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാം മതത്തിൽ പശുവിനെ കൊല്ലുന്നത് ഒരു നിർബന്ധമുള്ള കാര്യമല്ല, ചില സാഹചര്യങ്ങളിൽ അതത്ര ശരിയല്ല എന്നുമാണ്. ഓക്കെ. പശുവിൻ പാലും നെയ്യും ആരോഗ്യത്തിന് നല്ലതാണെന്നും എന്നാൽ അതിന്റെ മാംസം രോഗമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും പറയുന്ന ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ആ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതെന്താണോ അത് മാത്രമാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്, ആ സ്രോതസ്സിൽ ഉള്ളതുപോലെ തന്നെ. ഈ വാദത്തെ ഞങ്ങൾ ശരിവെക്കുകയോ തെറ്റാണെന്ന് പറയുകയോ ചെയ്യുന്നില്ല. ഇതിന് അനുകൂലമായോ പ്രതികൂലമായോ ഞങ്ങളൊരു അഭിപ്രായവും പറയുന്നില്ല. ഇത് അന്നത്തെ സാമൂഹികവും മതപരവുമായ സംവാദങ്ങളുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ചൊരു ലേഖനമാണ്. അതിനെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഈയൊരു വ്യക്തത വളരെ പ്രധാനമാണ്. അപ്പോ നമ്മൾ 1943 മെയ് മാസത്തിലെ ഈ അഖണ്ഡജ്യോതിയുടെ ഒരൊറ്റ ലക്കത്തിലൂടെ കടന്നുപോയപ്പോൾ എന്തെല്ലാം വിഷയങ്ങളാണ്? ആഴത്തിലുള്ള ആത്മീയത, ദൈനംദിന ജീവിതത്തിലെ പ്രായോഗിക കാര്യങ്ങൾ, ആരോഗ്യം, സാമൂഹികവും രാഷ്ട്രീയവുമായ ചിന്തകൾ, ധാർമ്മിക കഥകൾ, എന്തിന് കുറച്ച് നിഗൂഢമായ വിഷയങ്ങൾ വരെ ഇതിൽ വന്നുപോയി. തീർച്ചയായും ഒരു കാലഘട്ടത്തിന്റെ കണ്ണാടിയായിട്ട് തന്നെ കാണണം. യുദ്ധം, സ്വാതന്ത്ര്യസമരം, അങ്ങനെയുള്ളൊരു കലുഷിതമായ അന്തരീക്ഷത്തിൽ സാധാരണ മനുഷ്യർ ജീവിതത്തിനൊരർത്ഥം തേടുകയായിരുന്നു. ഉള്ളിലൊരു സമാധാനം വേണം, ആരോഗ്യം വേണം, നല്ലൊരു സമൂഹം വേണം, ഇതൊക്കെ ആഗ്രഹിച്ചു. അതെ. ഈ മാസിക അതിനുള്ള ചില വഴികൾ നിർദ്ദേശിക്കാൻ ശ്രമിച്ചു. അതിനായിട്ട് പണ്ടത്തെ ഭാരതീയ ജ്ഞാനവും അന്ന് പുതിയതായി കരുതിയിരുന്ന ചില ശാസ്ത്രീയമെന്ന് തോന്നിയ ആശയങ്ങളും സാമൂഹിക ചിന്തകളും ഇതൊക്കെ ഒരുമിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവസാനമായ ഒരു ചോദ്യം. ഇന്ന് നമ്മുടെ ലോകം, വിവരങ്ങളിങ്ങനെ കുമിഞ്ഞുകൂടുമോ? ഭയങ്കര വേഗതയാണ് എല്ലാത്തിനും, ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്. ഈ ഒരു ലോകത്തിൽ 80 വർഷം മുൻപത്തെ ഈ മാസിക പറഞ്ഞ ആശയങ്ങൾ, അതായത് ഉള്ളിലെ ശക്തിക്ക് ഊന്നൽ കൊടുക്കുക, ചിന്തകളെ ശുദ്ധീകരിക്കുക, പരസ്പരം സഹകരിക്കുക, സ്വന്തം ബുദ്ധിയും വിവേകവും ഉപയോഗിക്കുക, ഇതിനൊക്കെ ഇന്നും പ്രസക്തിയുണ്ടോ? അതോ ഒരുപക്ഷെ ഈ ആശയങ്ങളുടെ ആവശ്യം ഇന്ന് കൂടിയിട്ടുണ്ടോ? നിങ്ങൾക്കെന്ത് തോന്നുന്നു? അതൊരു വളരെ ആഴത്തിലുള്ള ചോദ്യമാണ്. ഒന്നോർത്തു നോക്കൂ, അന്നത്തെ അത്രയും പ്രയാസമുള്ള പുറമേയുള്ള സാഹചര്യങ്ങളിൽ ആളുകൾ പരിഹാരം തേടിയത് പ്രധാനമായും അവരുടെ ഉള്ളിലെ ശക്തിയിലായിരുന്നു. മാനസികമായ സ്ഥിരത, ധാർമ്മികമായ മൂല്യങ്ങൾ, ഇതിലൊക്കെയായിരുന്നു. ശരിയാണ്. ഇന്നത്തെ നമ്മുടെ വെല്ലുവിളികൾ ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കാം, പക്ഷെ അവയുടെ സങ്കീർണതയും വ്യാപ്തിയും വളരെ വലുതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആ ആന്തരിക സ്രോതസ്സുകളിലേക്ക്, ആ ഒരു ആത്മബലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും പാഠങ്ങൾ പഠിക്കാനുണ്ടോ? ഒരുപക്ഷെ 1943 ആ ശബ്ദങ്ങൾക്ക് ഇന്നും നമ്മോട് ചിലത് പറയാനുണ്ടാകാമോ? ഈയൊരു ചിന്ത നിങ്ങൾക്ക് നൽകിക്കൊണ്ട് അഖണ്ഡജ്യോതിയുടെ താളുകളിലൂടെ നമ്മൾ നടത്തിയ ഇന്നത്തെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു.